വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു സ്വീറ്റ് ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി. അടുപ്പിൽ പാത്രം വെച്ച് ചൂടാകുമ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് തുമരയിട്ട് വറക്കണം. വറുത്ത് ഒരു ഇളക്കുക. നന്നായിട്ട് ഇളക്കി ബ്രൗൺ പരുവം ആകുന്നിടം വരെ ഇളക്കണം. അത് വീണ്ടും ഇളക്കി ബ്രൗൺ നിറമായിട്ടുണ്ട്. അത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ച ശേഷം പാത്രത്തിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഇളക്കി ഇത് തിളച്ച് കുറുകും. ആ കുറുകി ഒരു നൂൽ പരുവാകുമ്പോഴത്തേക്ക് അത് ചട്ടുക ഇങ്ങനെ പൊക്കി നോക്കിയാൽ ഈ കുറുകി കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ അതിൽ നൂല് പോലെ ഇങ്ങനെ തൂങ്ങി വരും. ആ സമയത്ത് അവൽ കുടഞ്ഞ് ഇടണം. 1 കിലോ അവൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ അവൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കട്ട കെട്ടാതെ കൈവിടാതെ ഇളക്കണം. ഈ ശർക്കരയ്ക്കകത്ത് ഇത് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും പിന്നെ തേങ്ങ ഇടണം. അതിന് ഒരു തേങ്ങയുടെ ഒരു തേങ്ങ ചിരകിയെടുക്കണം. അത് വീണ്ടും ഇളക്കി മുറുകുമ്പോൾ അതിനകത്തേക്ക് ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്ക ചതച്ചത് എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇടം വരെ ഇളക്കി ഇത് പാത്രങ്ങളിലേക്ക് പകർന്ന് ചായയ്ക്കും 4 മണി ചായയ്ക്കും കാപ്പിക്കും ഒക്കെ ഉപയോഗിക്കാം. ഇത് 6 മാസത്തേക്ക് ഒരു കേടും വരത്തില്ല ഡപ്പകളിൽ അടച്ച് സൂക്ഷിച്ചാൽ. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യൂ.